വന്ദേ ഗുരു പരമ്പര. ന്യൂയോർക്കിലെ ഒരു നാടക നടിയുടെ വീട്ടിൽ വെച്ചാണ് ആ സന്യാസിയും ശാസ്ത്രജ്ഞനും തമ്മിൽ കണ്ടുമുട്ടുന്നത്. സന്യാസിയും ശാസ്ത്രവുമായി എന്താണ് ബന്ധം എന്നാണോ? സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ദ ടു സൈഡ്സ് ഓഫ് എ സെയിം കോയിൻ എന്നാണ് ആ സന്യാസി പറഞ്ഞത്. അതോടൊപ്പം തന്നെ എന്തും പരീക്ഷിച്ചറിഞ്ഞ് മാത്രമേ സ്വീകരിക്കൂ എന്ന നിർബന്ധ ബുദ്ധിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആളെ പിടികിട്ടിയോ? സ്വാമി വിവേകാനന്ദൻ, ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ല, സാറ ബേൺഹാറ്റ് എന്ന നാടക നടിയുടെ വീട്ടിൽ വെച്ചാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഒരു കാലത്ത് അറിവിന്റെ രാജ്യമായിരുന്ന ഭാരതം അടിമത്തത്തിലേക്ക് വീണുപോയ സമയമായിരുന്നു അത്. ദേശഭക്തിയും ആധ്യാത്മികതയും കൂടി ചേർന്നാൽ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. അതിന്റെ ആൾരൂപം തന്നെയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. തന്റെ ദേശത്തിന്റെ മഹത്വം ലോകത്തെ മുഴുവൻ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ലോക മത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നത്. റേസിസവും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും സ്ലേവറിയും ഒക്കെ യൂറോപ്പിൽ കൊടികുത്തി വാണിരുന്ന ഒരു സമയമായിരുന്നു അത്. അതോടൊപ്പം തന്നെ സ്വന്തം മതമാണ് ശ്രേഷ്ഠം എന്ന് എല്ലാവരും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദിയായിരുന്നു അത്. അവിടെ ചെന്ന് കയറി എല്ലാ മതങ്ങളുടെയും മാതാവാണ് ഹിന്ദു മതമെന്നും എല്ലാ മതങ്ങളും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണെന്നും സ്വാമിജി പ്രസംഗിച്ചു. സ്വാമിജിയുടെ സമാധിക്കിപ്പുറവും 200 വർഷത്തിനു ശേഷവും ഇന്നും യൂറോപ്പിലും മറ്റും യോഗ, വേദാന്ത ഇവയൊക്കെ പ്രചാരത്തിലുണ്ടെങ്കിൽ, അവയോടുള്ള താല്പര്യം കൂടിക്കൂടി വരികയാണെങ്കിൽ അതിന് പിന്നിൽ സ്വാമിജിയുടെ പ്രഭാവം ഒന്ന് മാത്രമാണ്. ഇനി നമുക്ക് ടെസ്ലയെ പറ്റി പറയാം. എഡിസൺ എന്ന ബിസിനസ്സുകാരന് മുമ്പിൽ തോറ്റുപോയ ഒരു അതീവ ബുദ്ധിശാലിയായിരുന്നു നിക്കോള ടെസ്ല. പവർ ട്രാൻസ്മിഷന്റെ വിഷയത്തിൽ എഡിസണും ടെസ്ലയും തമ്മിലുണ്ടായിട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ ലോകപ്രസിദ്ധമാണ്. എഡിസൺ DC-ക്ക് വേണ്ടിയും ടെസ്ല AC-ക്ക് വേണ്ടിയും വാദിച്ചു. ഒടുക്കം ടെസ്ല തന്നെയാണ് ജയിച്ചത്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ, ചില ഉപകരണങ്ങൾ ആണ് നമ്മൾ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സത്യം. അത്രയ്ക്കും അപാര ജീനിയസ് ആയിരുന്നു അദ്ദേഹം. എഡിസണേക്കാളൊക്കെ ബുദ്ധിശാലിയായിരുന്നു. പക്ഷേ തന്റെ കണ്ടുപിടുത്തങ്ങളെ പേറ്റന്റ് ചെയ്യുന്നതിൽ അദ്ദേഹം അമ്പേ പരാജയമായിരുന്നു. ബിസിനസ് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ദാരിദ്ര്യത്തിൽ ജനിച്ചു, ദാരിദ്ര്യത്തിൽ ജീവിച്ചു, ദാരിദ്ര്യത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, യൂറോപ്പിനെ ആകമാനം ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വാമി വിവേകാനന്ദൻ സാറ ബേൺഹാറ്റ് എന്ന നടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവരുടെ ഒരു നാടകത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു സ്വാമിജി. സ്വാമിജിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് അവിടെ നിക്കോള ടെസ്ലയും ഉണ്ടായിരുന്നു. സ്വാമിജിയും ടെസ്ലയും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ചിന്തകളിൽ ഉണ്ടായിരുന്ന സാമ്യം, ടെസ്ലയും സ്വാമിജിയുടെയും ചിന്തകളിൽ ഉണ്ടായിരുന്ന സാമ്യം അവരെ തന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു. സ്വാമിജിയുമായി ഉണ്ടായ സംസാരം ടെസ്ലയുടെ ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കി. വേദാന്ത ആശയങ്ങളായിരുന്ന പ്രാണൻ, ആകാശം, കൽപ്പം ഇവയെല്ലാം ടെസ്ലയുടെ മനസ്സിലെ സയൻസുമായി വളരെ ചേർന്ന് നിൽക്കുന്നവയായിരുന്നു. മാറ്റർ ആൻഡ് എനർജി ഒന്നാണ് എന്ന സ്വാമിജിയുടെ വാദത്തിൽ ടെസ്ല പരീക്ഷണങ്ങൾ ചെയ്തു തുടങ്ങി. ഒരുപക്ഷെ സംസ്കൃതം ഭാഷയോടുള്ള താല്പര്യം കൊണ്ടായിരിക്കാം പ്രാണൻ, ആകാശം, കൽപ്പം എന്ന വാക്കുകൾ തന്നെയാണ് ടെസ്ല പരീക്ഷണങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ 1896 സ്വാമിജി തൻ്റെ സുഹൃത്തിന് ഒരു കത്ത് എഴുതി. ഫെബ്രുവരിയിലോ മറ്റോ ആണ്. അത് ഇങ്ങനെയാണ്: മിസ്റ്റർ ടെസ്ല വേദാന്തത്തിലെ പ്രാണനെയും ആകാശത്തെയും കൽപ്പങ്ങളെയും കുറിച്ച് കേട്ട് മയങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആധുനിക സയൻസിന് സ്വീകരിക്കാവുന്ന സിദ്ധാന്തങ്ങൾ അവ മാത്രമാണ്. ശക്തിയും ദ്രവ്യവും ഒരു ഭാവ്യ ശക്തിയിലേക്ക് ലയിക്കുന്നതാണെന്ന് ഗണിതശാസ്ത്ര രീതിയ വെളിവാക്കി കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ വേദാന്തത്തിലെ പ്രപഞ്ച വിജ്ഞാനീയം എത്രയും തീർച്ചപ്പെട്ട അടിസ്ഥാനത്തിൽ പ്രതിഷ്ഠിതമാകും. പക്ഷേ എന്തുകൊണ്ടോ
ടെസ്ല ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. എന്നാലും ആ ആശയം, മാറ്റർ ആൻഡ് എനർജി ഒന്നാണ് എന്നുള്ള ആ ആശയം ആകാശത്ത് എവിടെയോ തങ്ങി നിന്നു. പിൽക്കാലത്താണ് E=mc² എന്ന കണ്ടുപിടിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും സ്വാമിജി നാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ടെസ്ലയും ആ ഒരു മാറ്റർ ആൻഡ് എനർജി ഒന്നാണ് എന്ന് സ്ഥാപിക്കുകയായിരുന്നില്ല ടെസ്ലയുടെ ഉദ്ദേശം എന്ന് തോന്നുന്നു. 1907 ടെസ്ല എഴുതിയ ദ മാൻസ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് എന്ന ലേഖനത്തിൽ ഇതിന്റെ സൂചനകൾ കാണാം. സ്വാമിജിയും ടെസ്ലയും പറഞ്ഞു വെച്ച ആ സൂചനകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കിന്ന് അറിയില്ല. പക്ഷേ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി തമ്മിലുള്ള വിടവ് ഇല്ലാതാകാൻ അവർ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഉറപ്പാണ്. ഇന്ന് സയൻസ് ഇത്രയും വികാസം പ്രാപിച്ച ഈ ഒരു കാലത്ത് അവരുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായേക്കാം. വേദാന്തത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവിൽ നിന്ന് ആകാശവും, ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി. സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വിടവുകൾ ഇല്ലാതായി. മനുഷ്യന്റെ സൃഷ്ടിയുടെ രഹസ്യം എന്താണെന്ന് അധികം താമസിയാതെ തന്നെ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വന്ദേ ഗുരു പരമ്പര.